സ്കൂൾ വേനലവധി പരിഷ്കരണത്തിൽ പൊതുചർച്ചയുമായി വിദ്യാഭ്യാസ വകുപ്പ്. ഏപ്രിൽ മെയ് മാസത്തെ അവധി ജൂൺ ജൂലൈ മാസത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ചാണ് ചർച്ച. പൊതുജനങ്ങൾ അഭിപ്രായം അറിയിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വേനലവധി മാറ്റുന്നതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ജനങ്ങൾക്ക് അറിയിക്കാം. മഴക്കാലത്ത് പല ദിവസങ്ങളിലും സ്കൂളുകൾക്ക് അവധി നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ചർച്ചയ്ക്ക് തുടക്കമിടുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴയുടെ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകും. ഈ മഴ കടുത്ത് വരുന്ന അവസരത്തിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് സ്കൂളുകളെ ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും, എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വ്യക്തിപരമായ എൻ്റെ ഒരു ആലോചനയിൽ ചില വിദ്യാഭ്യാസ പണ്ഡിതന്മാരെല്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. റൈറ്റ്. വളരെ വിപ്ലവകരമായൊരു നിർദ്ദേശമാണ് മന്ത്രി വി ശിവൻകുട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തെ സംബന്ധിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിൽ സാധാരണ രീതിയിൽ അവിടുത്തെ വെക്കേഷൻ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസത്താണ്. ആ മാസങ്ങൾക്ക് അടുപ്പിച്ച് കേരളത്തിലെയും വിദ്യാലയങ്ങളിലെ മധ്യവേനൽ അവധി എന്ന് പറയുന്ന ആ 2 മാസത്തെ അവധി മാറ്റുക എന്നുള്ള ഒരു നിർദ്ദേശമാണ്. പ്രത്യേകിച്ചും ഒന്ന്, വേനൽക്കാലം എന്നുള്ള കടുത്ത വേനൽ സഹിക്കവയ്യാതെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഏർപ്പെടുത്തിയതാണ് ഈ സമ്മർ വെക്കേഷൻ എന്നുള്ളത്. മലയാളികളെ സംബന്ധിച്ച് വേനലാണോ പ്രശ്നം അതോ മഴയാണോ പ്രശ്നം എന്നുള്ള മൗലികമായ ചോദ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണപരമായും ജനങ്ങൾക്ക് കാലാവസ്ഥാപരമായും ഏതാണ് സൗകര്യമെന്ന നിർദ്ദേശം പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കും എന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. വിജിൻ വായന്തോട് ചേരുന്നു വിവരങ്ങളുമായി. വിജിൻ, എന്താണ് മന്ത്രി പറയുന്നത്? അജിംസ്, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. കാരണം അജിംസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴക്കാലത്ത് വലിയ തരത്തിലുള്ള അപകടങ്ങൾ സംസ്ഥാനത്ത് പതിവാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ കുട്ടികളുടെ സ്കൂൾ അവധിക്കാലം അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും അങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്കൊക്കെ കടക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇക്കാര്യത്തിൽ കൂടുതൽ ആലോചനകൾ നടത്തണം, പൊതുജനാഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ വേനൽ അവധി അത് മഴക്കാലത്തേക്കാക്കി മാറ്റുക, അതായത് അവധിക്കാലം മഴക്കാല അവധിയായി മാറ്റുക എന്നുള്ളൊരു നിർദ്ദേശമാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുക എന്നുള്ള നിർദ്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ചർച്ച അടിയന്തരമായി ഈ പൊതു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിക്കൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് മന്ത്രി നേരത്തെ ഇട്ടത്. ജനാഭിപ്രായം പൂർണ്ണമായും തേടിയ ശേഷം കൂടിയാലോചനകൾ നടത്തിയ ശേഷമായിരിക്കും തീരുമാനം നടപ്പിലാക്കുക. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അധ്യാപക സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും രക്ഷിതാക്കളുടെയും ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം തേടും, അവരുമായി ചർച്ചയും നടത്തും. അതിനുശേഷം ഈ പൊതുജന അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും വേനലവധി മാറ്റുന്ന കാര്യം തീരുമാനിക്കുക. അങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പോൾ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതിനുള്ളൊരു പ്ലാറ്റ്ഫോം നിലവിൽ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് അജിംസ്. ശരി, ഷിത ജഗത്ത് കൂടി ചേരുന്നു വിവരങ്ങളുമായി. ഷിത, ഈ ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ഈ സ്കൂൾ സമയമാറ്റക്രമവുമായി ബന്ധപ്പെട്ട് എതിർപ്പുയർത്തിയ സംഘടനകളുടെ കൂടി അഭിപ്രായം തേടാനുള്ള സർക്കാർ നീക്കമായി കാണണമോ? അജിംസ്, അങ്ങനെയല്ല. ഇതൊരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഈ 2 മാസം നമുക്ക് എടുത്തു നോക്കിയാൽ ഒരുപാട് തവണ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഈ കാലവർഷം കാരണം പല സ്കൂളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ സ്കൂളുകൾക്ക് പ്രാദേശികമായി അവധി നൽകേണ്ടി വരുന്നു. അതിനൊപ്പം തന്നെ ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ജില്ലകൾക്ക് അവധി നൽകേണ്ടി വരുന്നു. അത്തരത്തിൽ സ്കൂളുകളുടെ സമയം, സ്കൂളുകളുടെ പ്രവൃത്തി ദിനം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. അത് തീർക്കാൻ വേണ്ടി ശനിയാഴ്ചകളിലേക്കൊക്കെ അവധി ദിവസങ്ങളിലൊക്കെ ക്ലാസ് എടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തി ജൂൺ ജൂലൈ മാസങ്ങളിലേക്കാവുമ്പോൾ സ്കൂൾ അവധിയാവുമ്പോൾ ഈ ഒരു പ്രശ്നം വരുന്നില്ല. അതാണ് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നിർദ്ദേശം വെക്കുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ക്രിയാത്മകമായുള്ള പൊതു ചർച്ചയ്ക്ക് ഒരു വേദി ഒരുക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെല്ലാവർക്കും, പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ നിർദ്ദേശം അറിയിക്കാം, രക്ഷിതാക്കൾക്ക് അറിയിക്കാം. പ്രത്യേകിച്ചും ഈ മഴക്കാലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ജോലിക്ക് പോകുന്ന രക്ഷിതാക്കളാണെങ്കിൽ കുട്ടികളെ ഒറ്റയ്ക്ക് ഈ മഴക്കാലത്ത് നിർത്തി പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മധ്യവേനൽ അവധി എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒരുപാട് മത്സരങ്ങൾ, കായിക മത്സരങ്ങളൊക്കെ നടക്കുന്ന സ്കൂളുകൾക്ക് അപ്പുറത്തേക്ക്, സ്കൂളിൻ്റെ പാഠ്യവിഷയത്തിനപ്പുറത്തേക്ക് സ്പോർട്സ് കൗൺസിലും അക്കാദമികളും എല്ലാം തന്നെ മത്സരങ്ങൾ നടത്തുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഒരു കായികമായുള്ള ഒരു കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ ഏപ്രിൽ മെയ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രായോഗികമാണോ എന്നുള്ള ചർച്ചയ്ക്കാണ് ഇപ്പോൾ തുടക്കമിടുന്നത്. രക്ഷിതാക്കൾക്ക് അഭിപ്രായം അറിയിക്കാം. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കായിക മേഖലയിലും മറ്റും
പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അഭിപ്രായം അറിയിക്കാം. എല്ലാവരിൽ നിന്നും ഒരു അഭിപ്രായം തേടിക്കൊണ്ട് എങ്ങനെ ഇതൊരു മാറ്റം വരുത്താം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ജൂൺ ജൂലൈ എന്നുള്ളത് മെയ് ജൂൺ എന്നുള്ളൊരു കാര്യം കൂടെ മന്ത്രി പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങളെല്ലാവരും അഭിപ്രായം അറിയിക്കൂ, നമുക്കൊരു ചർച്ചയിലൂടെ തീരുമാനിക്കാം എന്നുള്ളതാണ്. അത് എത്തരത്തിൽ വരുമെന്നുള്ള കാര്യം നമുക്കിനി കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനിടയിൽ പോലും ഇത്തരത്തിലുള്ള പല കമന്റുകളും നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. രക്ഷിതാക്കളുടെ ആശങ്കകൾ നമ്മൾ അതിൽ അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കമന്റുകളിൽ എന്താണ് പറയുന്നത്? കമന്റുകളിൽ ജിംസ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് വെള്ളക്കെട്ട് വരുന്ന സമയത്ത്, വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സമയങ്ങളിൽ അതിനോടനുബന്ധിച്ചുള്ള വീടുകളിൽ എങ്ങനെയാണ് കുട്ടികളെ ഒറ്റയ്ക്ക് വിട്ടുപോവുക. മറ്റൊന്ന്, കുട്ടികൾ കളിക്കേണ്ട ഒരു സമയത്താണ് ഈ ജൂൺ ജൂലൈ മാസത്തിൽ കുട്ടികൾക്ക് ഒട്ടും കളിക്കാൻ പറ്റില്ല. കാരണം മഴക്കാലത്ത് നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. മറ്റാണെങ്കിൽ അവർ കളിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ കുട്ടികളുടെ കളിക്കുന്ന ഒരു സമയം, സ്കൂൾ പഠനത്തിനപ്പുറത്തേക്ക് പഠനത്തിന്റെ ഒരു ചിന്തയും ഇല്ലാതെ കളിക്കുന്ന ഒരു സമയം നഷ്ടപ്പെടുകയാണ്. അതിനൊപ്പം നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് ഡെസ്കിൽ സംസാരിച്ചപ്പോൾ പല രക്ഷിതാക്കളും പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ചൂടുള്ള ഒരു സമയമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ചൂട് കാലത്ത് ഇത്രയും കുട്ടികൾ ഒന്നിച്ച് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് പ്രായോഗികമാവുമോ എന്നുള്ളതാണ്. ഏപ്രിൽ എന്ന് പറയുന്നത് ഏറ്റവും കൊടും വേനൽ എന്നും നമ്മൾ പറയുന്ന ഒരു കാലഘട്ടമാണ്. ഒരു പേരന്റ് ആണല്ലോ, ഷീതയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ മക്കളെന്ന് പറയുന്നത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നന്നായി കളിക്കാൻ പോകുന്ന, ഫുട്ബോൾ കളിക്കാൻ പോകുന്ന കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും അവരുടെ കളി ഇല്ലാതാവും എന്നുള്ളതാണ്. എനിക്ക് പഠനത്തെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ കളിക്കാൻ പോകുന്ന ആ അവസരം അവർക്ക് നഷ്ടമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് വരും. ഏതായാലും അത് ക്രോഡീകരിച്ചായിരിക്കും ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുക.